ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന റോഡുകളെല്ലാം പണ്ട് കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. ഇങ്ങനെ കാട് പിടിച്ച് കിടന്ന സ്ഥലത്തൂടെ മനുഷ്യന്മാർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴികൾ മാത്രം ചെറിയൊരു ക്ലിയറിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഭാഗത്തെ പുല്ലും ചെടികളൊക്കെ മാറി അവിടെ ചെറിയ വഴികളായി മാറി. ഈ വഴികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴികളാണ് പിന്നീട് പതുക്കെ റോഡുകളൊക്കെ ആയി മാറിയത്. ആൻഡ് ഈ റോഡുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള, ഏറ്റവും കൂടുതൽ വണ്ടികൾ പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്ന അതിൻ്റെ ഇടയിലുള്ള റോഡുകളാണ് ഹൈവേകളൊക്കെ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു മെമ്മറി നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം നിങ്ങളുടെ വർക്കിംഗ് മെമ്മറിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ പഠിച്ച കാര്യങ്ങൾ നാളെ രാവിലെ നിങ്ങൾ ഒന്നും കൂടെ ഓർത്തെടുക്കാൻ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്തു. പിന്നീട് ഇതേ ടോപ്പിക്കിൻ്റെ എക്സാം ഒരു 3 ദിവസത്തിന് ശേഷം വീക്കിലി എക്സാം വന്നു. അപ്പം അതിൻ്റെ തലേന്ന് വീണ്ടും ഈ ടോപ്പിക് ഒന്നും കൂടെ റിവൈസ് ചെയ്തു, ഒന്നും കൂടെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ പലതവണ ഈ സെയിം ഇൻഫർമേഷൻ തന്നെ നമ്മൾ വീണ്ടും ബ്രെയിനിലോട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ അത് റീകളക്ട് ചെയ്തെടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇത് നമുക്ക് ലോങ് ടേമിൽ ആവശ്യമുള്ള ഒരു സാധനമാണെന്ന് ബ്രെയിനിന് മനസ്സിലായി. ഹിപ്പോക്യാമ്പസിന്റെ സഹായത്തോടെ ആ മെമ്മറിയായിട്ട് ചുറ്റിപ്പറ്റിയുള്ള ന്യൂറോണൽ കണക്ഷൻസിൻ്റെ എണ്ണം കൂട്ടാൻ തുടങ്ങും. മറ്റ് ന്യൂറോൺസുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കൂട്ടി പുതിയ ന്യൂറോണൽ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകുകയും അതുപോലെ ഓൾറെഡി ഉള്ള ന്യൂറോൺസ് കൂടുതൽ ഡെവലപ്പ് ആവും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷനിലേക്ക് ഒരു ഹൈവേ പണിയുന്നത് പോലെ തന്നെയാണ് ഓരോ ലോങ് ടൈം മെമ്മറി ഉണ്ടാകുന്നത്.